അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേരുമാറ്റവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ചൈന. ചൈനയുടെ ഭാഗമായ ടിബറ്റൻ പ്രവിശ്യയുടെ ഭാഗമാണ് അരുണാചൽ എന്നാണ് ചൈനയുടെ എക്കാലത്തെയും അവകാശവാദം. ഈ വാദത്തിലൂന്നിയാണ് സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകി ബെയ്ജിംഗ് പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. 2024 ഇത്തരമൊരു നീക്കത്തിന് കർശന താക്കീത് നൽകിയതുപോലെ ഇക്കുറിയും ഇന്ത്യ ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. അരുണാചലിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ നീക്കത്തെ നിഷ്ഫലമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. അരുണാചൽ എന്നും ഇന്ത്യയുടേതാണെന്നും പേര് മാറ്റിയതുകൊണ്ട് ആ യാഥാർത്ഥ്യം മാറില്ലെന്നും മന്ത്രാലയം തുറന്നടിക്കുന്നു. പ്രസ്താവനയിൽ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടിയത് ഇപ്രകാരം: അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ ചൈന വൃഥ്യവും അപഹാസ്യവുമായ ചില നീക്കങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഒരു നീക്കത്തിനും അരുണാചലിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനാവില്ല. ഇന്ത്യക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം നടപടികളെ ശക്തമായി എതിർക്കും. പേര് മാറ്റി എന്നതുകൊണ്ട് യാഥാർത്ഥ്യത്തെ മറച്ചുപിടിക്കാനാവില്ല. അരുണാചൽ ഇന്നലെയും ഇന്നും ഇനി അങ്ങോട്ടും ഇന്ത്യയുടേതായിരിക്കും. ചൈനയുടെ പരമാധികാരത്തിൽ വരുന്ന പ്രദേശങ്ങൾക്ക് പേരിടാനുള്ള അധികാരം ചൈനയ്ക്കുണ്ടെന്നാണ് ഇന്ത്യയുടെ പ്രസ്താവനയോടുള്ള ചൈനയുടെ മറുപടി. ഇത് ചൂണ്ടിക്കാട്ടി ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് തങ്ങളുടെ ഭാഗമാണെന്ന് വാദിക്കുന്ന ചൈന അരുണാചലിനെ സാങ്നാൻ എന്നാണ് വിളിക്കുന്നത്. മുൻപും പലതവണ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റി ചൈന മാപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 5ാം തവണയാണ് പേര് മാറ്റിയുള്ള ചൈനീസ് നടപടി. 2024 30 പ്രദേശങ്ങൾക്കാണ് ചൈന പുതിയ പേര് നൽകിയത്. അതിന് തക്കതായ മറുപടിയും അന്ന് തന്നെ ഇന്ത്യ നൽകുകയും ചെയ്തിരുന്നു. 2024 സേല ടണൽ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചലിലെത്തി ദിവസങ്ങൾ പിന്നിടവെയായിരുന്നു സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകി ചൈന മാപ്പ് പുറത്തിറക്കിയത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എത്ര തവണ വേണമെങ്കിലും ചൈനയ്ക്ക് ഉന്നയിക്കാമെന്നും പക്ഷേ അതുകൊണ്ടൊരു കാര്യവുമില്ലെന്നും അന്ന് തന്നെ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ചൈനയുടെ നടപടിയെക്കുറിച്ച് ചോദിച്ച മാധ്യമങ്ങൾക്ക് അന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകിയ മറുപടി ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഞാൻ നിങ്ങളുടെ വീടിന്റെ പേര് മാറ്റിയാൽ നാളെ മുതൽ അതെന്റെ വീടാകുമോ എന്നായിരുന്നു മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ പ്രതികരണം. പേര് മാറ്റുന്നത് കൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും അദ്ദേഹം അന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. 2023 2021 2017 അരുണാചലിലെ പ്രദേശങ്ങൾക്ക് ചൈന പുതിയ പേരുകൾ നൽകിയിരുന്നു. വിദേശ ഭാഷയിലുള്ള പേരുകൾ ചൈനയുടെ പരമാധികാരത്തിന് നിരക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടികളൊക്കെയും. ഭൂപ്രദേശങ്ങൾക്ക് മേലുള്ള അവകാശവാദങ്ങൾ ഉറപ്പിക്കാനുള്ള നീക്കമാണ് ചൈനയുടെ പേരിടൽ നടപടിക്ക് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ അന്ന് വിമർശിക്കുകയും ചെയ്തത്. 2017 ദലൈലാമ അരുണാചലിലെത്തി മടങ്ങിയതിന് പിന്നാലെയാണ് ചൈന ആ വർഷം പേരുമാറ്റി മാപ്പിറക്കിയത്. ദലൈലാമ ഒരു വിഘടനവാദിയാണെന്നും ചൈനയ്ക്ക് അധികാരമുള്ള ടിബറ്റൻ പ്രദേശത്തെ സ്വതന്ത്ര രാജ്യമാക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമമെന്നും അന്ന് ചൈന പ്രതികരിക്കുകയും ചെയ്തിരുന്നു.